ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് അല്ലേ? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം. അപ്പോൾ ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൻ്റെ വിത്ത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് പേജ് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതിലേക്ക് നോക്കൂ. നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിച്ച ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഒരു മരമുണ്ട്, അതിന് എന്താണ്, തലഭാഗമില്ല, തലഭാഗം വെട്ടി കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മരത്തിനൊക്കെ സ്റ്റെമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് മേലോട്ട് എന്തെങ്കിലും ഉണ്ടോ? തടിയുണ്ടോ? ഇല്ല, എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഡു യു ലൈക്ക്? നിങ്ങൾക്ക് എങ്ങനെയുള്ള പ്ലേസ് ആണ് ഇഷ്ടം? എ പ്ലേസ് ലൈക്ക് ദിസ് ഓർ എ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്? ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച നമ്മൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന പോലെയുള്ള സ്ഥലങ്ങളാണോ നിങ്ങൾക്കിഷ്ടം? അല്ലെങ്കിൽ എന്താണ്, നിറയെ ട്രീസ് ഉള്ള സ്ഥലങ്ങളാണോ നിങ്ങൾക്കിഷ്ടം എന്നുള്ളതാണ് ചോദ്യം. ഓഫ് കോഴ്സ് നമുക്ക് എന്താണ്, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കുമല്ലേ ഇഷ്ടം ഉണ്ടാവുക. അവിടെ ആകുമ്പോൾ എന്താണ്, നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരിക്കും. അതേപോലെ ഒരുപാട് കിളികളും മണ്ണാന്മാരും അതേപോലെ ഒരുപാട് ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയൂലേ? നമുക്ക് കണ്ണിന് തന്നെ നല്ലൊരു കുളിര് തരുന്ന വിധത്തിലൊരു കാഴ്ചയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരുപാട് മരങ്ങളും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ കാണുന്ന സമയത്ത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള പ്ലേസാണ് ഇഷ്ടം? മരങ്ങളുള്ള പ്ലേസാണ് ഇഷ്ടം. വാട്ട് ഹാപ്പൻ ടു ദ ട്രീസ്? എന്താണ് ഈ ഒരു മരത്തിന് സംഭവിച്ചത്? എന്തായിരിക്കും ഈ മരങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? ആളുകൾ വെട്ടി നശിപ്പിച്ചതാണ് അല്ലേ? വേറെ ആരും വന്ന് നശിപ്പിക്കാനല്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെ വെട്ടി നശിപ്പിച്ചതാണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ആരാണ്? നമ്മൾ മനുഷ്യരാണ്. വേറെ ജീവികളൊന്നും വന്ന് ഇത് വെട്ടി നശിപ്പിക്കാൻ പോകുന്നില്ല അല്ലേ? ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? നമുക്ക് നമ്മളുടെ ഈ ഒരു എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി എങ്ങനെയാണ് നല്ല പച്ചപ്പോട് കൂടി വെക്കാൻ പറ്റുക, ഗ്രീനായിട്ട് വെക്കാൻ പറ്റുക? എങ്ങനെയാണ്? നമ്മൾ മരങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കണം, അതേപോലെ വെച്ച് പിടിപ്പിക്കണം അല്ലേ? അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഭൂമി എന്തായി നിൽക്കുക? ഗ്രീനായിട്ട് നിൽക്കുക. ലെറ്റ്സ് ബിഗിൻ അപ്പ് ഡ്രോയിങ് ബ്രാഞ്ചസ്, ട്വിഗ്സ് ആൻഡ് ലീവ്സ്. അപ്പം ഈ ഒരു പിക്ചർ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ബ്രാഞ്ചസും ട്വിഗ്സും ലീവ്സും ഒക്കെ വരയ്ക്കുക. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പ് അല്ലേ? ശാഖ വരയ്ക്കുക. ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ തളിര്, ചില്ലകളൊക്കെ വരയ്ക്കുക. പിന്നെ ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ. അതൊക്കെ വരച്ച് നമ്മൾ എന്താക്കുക? ഇതിനെ ഒരു എല്ലാം മരങ്ങളാക്കി മാറ്റുക, ചിത്രം വരച്ച്. ദെൻ കളർ ദ പിക്ചർ. എന്നിട്ട് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഇലയ്ക്ക് ഏത് കളറാണ് കൊടുക്കുക? ഗ്രീൻ കളർ. തടിക്ക് ഏത് കളറാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ നമുക്കതറിയാം. അപ്പം അതിനനുസരിച്ച് ചെയ്യാം. നൗ റീഡ് ദ സ്റ്റോറി ഓഫ് എ കിങ് ഹു ലവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഇനി നമുക്ക് ഒരു സ്റ്റോറി വായിക്കാം. ആരെക്കുറിച്ചിട്ടാണ്? സ്റ്റോറി ഓഫ് എ കിങ്. ഒരു കിങ്ങിനെ കുറിച്ചിട്ടാണ്. കിങ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവ് അല്ലേ? അദ്ദേഹത്തിന് ഹു ലവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, അദ്ദേഹത്തിന് പ്ലാന്റ്സും ട്രീസും ഒക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ളൊരു രാജാവിൻ്റെ കഥയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 10 നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനും ഓരോ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ദ വെറി എന്നുള്ളതാണ് ടൈറ്റിൽ. വെറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകുലത അല്ലെങ്കിൽ ഒരു ടെൻഷൻ, പേടി, അല്ലെങ്കിൽ എന്താണ്? ഒരു സങ്കടം എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇവിടെ നമുക്ക് പിക്ചർ കാണാം. നമ്മളുടെ രാജാവ് ഇവിടെ ഉണ്ട്. എവിടെയാണ് നിൽക്കുന്നത്? ഒരു പൂന്തോട്ടത്തിലാണ് അല്ലേ? നമുക്ക് കണ്ടാൽ അറിയാം, നിറയെ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. അപ്പോൾ നമ്മളുടെ രാജാവിൻ്റെ പേരെന്താണ്? വിദ്യാധര എന്നാണ്. അദ്ദേഹം എവിടുത്തെ രാജാവാണ്? ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര എന്ന് പറയുന്ന രാജ്യത്തെ കിങ് ആണ് ആര്? വിദ്യാധര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം എന്താണ്? നല്ല ജസ്റ്റ് മീൻസ് നീതിമാനായ, അതേപോലെ വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുള്ള അല്ലെങ്കിൽ ജ്ഞാനിയായ ഒരു രാജാവാണ് ആര്? നമ്മളുടെ വിദ്യാധര. ദ കിങ് വാസ് ഫൗണ്ട് ഓഫ് ഗാർഡനിങ്. എന്താണ്? അപ്പോൾ നമ്മളുടെ രാജാവിന് പൂന്തോട്ട നിർമ്മാണത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ. അദ്ദേഹം ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ അതിനൊക്കെ പരിപാലിക്കാൻ വേണ്ടി ചെലവഴിക്കാറുണ്ടായിരുന്നു.
അപ്പോൾ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക, a lot of time ഒരുപാട് സമയം, ടെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാലിക്കുക, ഹിസ് ഗാർഡൻ അദ്ദേഹത്തിൻ്റെ ഗാർഡൻ പരിപാലിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡനിൽ. പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. എങ്ങനെയൊക്കെയാണ് പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ചെടികളും അതേപോലെ ഫ്രൂട്ട് ട്രീസ് പഴങ്ങൾ ഉണ്ടാവുന്ന ട്രീസ്, അതുപോലെ വെജിറ്റബിൾസ് പച്ചക്കറികൾ, ആൻഡ് ക്രോപ്സ് അത് മാത്രമാണോ ധാന്യങ്ങളും എല്ലാം ഉള്ള ഒരു ഗാർഡനാണ് രാജാവിൻ്റേത്. ഓക്കെ, ഹിസ് പീപ്പിൾ വർ വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ പ്രജകൾ, പീപ്പിൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജാവിൻ്റെ പ്രജകൾ എന്തായിരുന്നു, വളരെ ഹാപ്പിയാണ്. കാരണം എന്താണ്, അവർക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു രാജാവിന് തന്നെയല്ലേ. അതെ, അദ്ദേഹം നല്ല നീതിമാനായ അതേപോലെ അറിവുള്ള ഗാർഡനിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു രാജാവാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീപ്പിൾ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. പക്ഷെ എന്താണ്, ഈ കിങ്ങിന് മക്കളില്ല. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ല. As the king grew older, everyone got more and more worried. അപ്പം ഈ ഒരു രാജാവിന് വയസ്സാകുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഒരു ടെൻഷൻ കൂടി വന്നു. എന്തുകൊണ്ടാണ്, ഇദ്ദേഹത്തിന് ഈ ഒരു രാജാവിന് മക്കളില്ല. അപ്പം അടുത്ത അനന്തരാവകാശി അല്ലെങ്കിൽ അടുത്ത രാജാവാകാനുള്ള ഒരു ആളില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ടെൻഷൻ. ഓക്കെ, ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം. അപ്പോൾ ഈ ഒരു രാജാവിന് ശേഷം അടുത്തതായിട്ട് ഈ ഒരു കിങ്ഡം, ഈ ഒരു രാജ്യം ഭരിക്കുക ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കുട്ടികളില്ലാത്ത സമയത്ത് എന്താണ് ആ ഒരു ടെൻഷൻ ഈ ഒരു രാജ്യത്ത് എല്ലാവർക്കും തന്നെ, രാജാവിനടക്കം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അതെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്. കിങ്ങിൻ്റെ ഹോബി എന്താണ്, ഗാർഡനിങ് ആണ് അല്ലേ. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം. അപ്പോൾ രാജാവിന് കുട്ടികളില്ല, അപ്പോൾ ഇനി ഒരു രാജ്യത്തിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. അത് ഈ ഒരു കഥ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. അത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവരൊന്ന് ചിന്തിച്ച് അവരെന്തെങ്കിലും ആൻസർ പറയട്ടെ. ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ. അദ്ദേഹത്തിൻ്റെ സക്സസർ എന്ന് പറഞ്ഞാൽ പിൻഗാമി, അനന്തരാവകാശി എന്നൊക്കെയുള്ളതാണ് മീനിങ്. അപ്പോൾ എങ്ങനെയാണ് കിങ് അദ്ദേഹത്തിൻ്റെ സക്സസറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ പേര് പ്രൊക്ലമേഷൻ എന്നുള്ളതാണ്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളംബരം, അതാണ് മീനിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഫൈൻഡ് എ സക്സസർ ദ കിങ് തോട്ട് ഓഫ് എൻ ഐഡിയ. അപ്പോൾ അനന്തരാവകാശിക്ക് വേണ്ടിയിട്ട് കിങ്ങിന് ഒരു ഐഡിയ കിട്ടി, ഒരു തോട്ട്. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. എന്താണ്, ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. എന്താണ്, ഞാൻ കുറച്ച് വിത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വിതരണം ചെയ്യും. ആർക്കൊക്കെയാണ്, ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഈ ഒരു രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വിത്ത് വിതരണം ചെയ്യും. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്. അപ്പം ഏത് കുട്ടിയാണോ ആ ഒരു സീഡിനെ എന്ത് ചെയ്ത് കുഴിച്ചിട്ട് അതിനെ നന്നായിട്ട് ഗ്രോ ചെയ്ത് നല്ല ബിഗ്ഗസ്റ്റും ഹെൽത്തിയസ്റ്റുമായിട്ടുള്ള, നല്ല വലിപ്പമുള്ളതും അതുപോലെ നല്ല ആരോഗ്യമുള്ള, നല്ല വൃത്തിക്ക് വളർത്തി ഒരു പ്ലാന്റിനെ നന്നായിട്ട് പരിപാലിച്ച് ഒരു നല്ല ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കി എടുക്കുന്നത് ആരാണോ അത് അവരെയാണ് പ്രിൻസോ അല്ലെങ്കിൽ പ്രിൻസസോ ആയിട്ട് ഈ ഒരു രാജാവ് സ്വീകരിക്കുക. പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജകുമാരൻ, പ്രിൻസസ് എന്ന് പറഞ്ഞാൽ രാജകുമാരി. ഓക്കെ, ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. അവർക്ക് ഈ ഒരു വിത്ത് എന്താണ് വളർത്തി വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3 മാസമാണ് കൊടുക്കുക. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് എ പ്രൊക്ലമേഷൻ. അപ്പോൾ എന്ത് ചെയ്യാണ്, രാജാവ് മന്ത്രിക്ക് ഓർഡർ കൊടുക്കുകയാണ് ഇതൊന്ന് വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യം. ഓക്കെ, വൈ ഡിഡ് ദ കിങ് ചൂസ് സച്ച് എ ടെസ്റ്റ് ടു ഫൈൻഡ് ഹിസ് സക്സസർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് രാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത പിൻഗാമിനെ അല്ലെങ്കിൽ അടുത്ത രാജാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് ഈ ഒരു കഥ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിലാവും. കുട്ടികൾ അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ആൻസർ ചെയ്യട്ടെ. അപ്പോൾ കഥ ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിലിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ പേര് സീഡ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ വിത്ത് അല്ലേ. അപ്പോൾ ഇവിടെ പിക്ചർ നമുക്ക് കാണാം. എന്താണ്, രാജാവ് വിത്ത് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ട്. ഒരു ലൈൻ ഉണ്ട് അല്ലേ, വലിയൊരു ലൈൻ ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
The next day, a long line of anxious parents and children formed outside the palace. അപ്പോൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? ഒരു ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ, ഒരു നീണ്ട നിര എവിടെ ഉണ്ടായി? ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്, പാലസിൻ്റെ പുറത്തായിട്ട് ഒരു നീണ്ട നിരയുണ്ടായി. ആരുടെ? വളരെ എന്താണ്, രാജാവാകണം എന്ന ആഗ്രഹത്തോടു കൂടി വന്നിട്ടുള്ള പേരൻസിൻ്റെയും അതുപോലെ കുട്ടികളുടെയും വലിയൊരു നീണ്ട നിര പാലസിൻ്റെ പുറത്ത് ഉണ്ടായി, കൊട്ടാരത്തിൻ്റെ പുറത്ത്. എവ്രി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. അപ്പോൾ എല്ലാവരും എന്താണ്, ആകാംക്ഷയോടുകൂടെ, ഈഗർ മീൻസ് ആകാംക്ഷയോടുകൂടെ എന്ത് ചെയ്യാണ്, ഈ ഒരു സീഡ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ടോ ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്, എന്നിട്ട് ഏറ്റവും നല്ല പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. പിംഗല, എ പുവർ ഫാമേഴ്സ് സൺ. അപ്പോൾ പിംഗല എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ ആരാണ്? ഒരു പാവപ്പെട്ട ഫാർമറിൻ്റെ മകനാണ്. ഫാർമർ എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകൻ അല്ലേ? അപ്പോൾ കർഷകൻ്റെ കുട്ടിയാണ് ആര്? പിംഗല. വാസ് വൺ അമംഗ് ദീസ് ചിൽഡ്രൻ. അവൻ എന്താണ്, ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളിൽ ഒരു കുട്ടിയാണ് പിംഗല. ഹി ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്. അപ്പോൾ രാജാവിൻ്റെ അടുത്തുനിന്ന് അവനും എന്ത് കിട്ടി? സീഡ് കിട്ടി. ആൻഡ് സോഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. അപ്പം അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഗാർഡനിൽ ഒരു പോട്ടിൽ, ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി ഇതെന്ത് ചെയ്തു? വിതച്ചു. സോഡ് മീൻസ് വിതയ്ക്കുക കേട്ടോ. അപ്പോൾ വിതച്ചു. ഹി ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ്. അപ്പോൾ അവൻ ആ ഒരു സീഡിന് നല്ല കെയർ കൊടുക്കുന്നുണ്ടായിരുന്നു, അതായത് നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? എത്ര ദിവസമാണ് ഒരു വിത്ത് മുളയ്ക്കാൻ എടുക്കുക എന്നുള്ളതാണ്. അതെന്താണ്, ഓരോരോ ചെടിയുടെയും വിത്തിനനുസരിച്ചായിരിക്കും അത് മുളയ്ക്കാൻ എടുക്കുന്ന സമയം. ചിലത് പെട്ടെന്ന് തന്നെ മുളയ്ക്കുണ്ടാവും, ചിലത് എന്താണ് 1-2 ആഴ്ചകളൊക്കെ എടുക്കും. അത് നമ്മളുടെ കയ്യിലുള്ള വിത്തിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? അപ്പം നിങ്ങൾ എന്ത് കെയർ ആണ് കൊടുക്കുക ഒരു സീഡ് ഗ്രോ ചെയ്ത് ഒരു പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കുഴിച്ചിടണം, അതിനെ നനയ്ക്കണം, സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത്, അതായത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. അതേപോലെ എന്ത് ചെയ്യണം? ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക, വളം ഇട്ട് കൊടുക്കുക, ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിത്ത് മുളപ്പിച്ച് അതിനെ നല്ലൊരു പ്ലാന്റായിട്ട് വളർത്തിയെടുക്കാം അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ദ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ എന്നുള്ളതാണ്. അപ്പം അവൻ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അവൻ നിരാശനായിരിക്കുകയാണ്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പിംഗല വാട്ടേർഡ് ആൻഡ് മാനേർഡ് ദ സീഡ്. അപ്പോൾ വാട്ടേർഡ് മീൻസ് നനയ്ക്കുക, അതിന് നനച്ചു കൊടുക്കുക. ആൻഡ് മാനേർഡ് മീൻസ് വളം ചെയ്യുക. അപ്പം പിംഗല എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നനയ്ക്കുകയും അതേപോലെ വളം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സീഡിന്. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. പക്ഷെ എന്ത് സംഭവിച്ചിട്ടില്ല? ആ ഒരു സീഡ് മുളച്ചിട്ടില്ല. സ്പ്രൗട്ട് മീൻസ് മുളയ്ക്കുക കേട്ടോ. പിംഗല ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ഇൻ ടു അനദർ പോട്ട്. അപ്പോൾ പിംഗല എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു മണ്ണുണ്ടല്ലോ സീഡ് കുഴിച്ചിട്ടിട്ടുള്ള, അത് മാറ്റി. എന്നിട്ടോ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ഇൻ ടു അനദർ പോട്ട്. ആ ഒരു സീഡ് വേറൊരു പോട്ടിലേക്ക്, വേറൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി. വീക്സ് ആൻഡ് മന്ത്സ് പാസ്റ്റ്. അപ്പം ആഴ്ചകളും കഴിഞ്ഞു, മാസങ്ങളും കഴിഞ്ഞു പോയി. 3 മാസമാണല്ലേ കാലാവധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. വൺ ഡേ പിംഗല വെൻറ്റ് നിയർ ദ പോട്ട്. ഒരു ദിവസം പിംഗല എന്ത് ചെയ്തു? ആ ഒരു പോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ഹി നെൽറ്റ് ബിഫോർ ഇറ്റ്. അതായത് മുട്ടുകുത്തി അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. ഡിയർ സീഡ് 3 months ഹാവ് പാസ്റ്റ്. അപ്പം അതിനോട് പറയാണ്, പ്രിയപ്പെട്ട സീഡേ അല്ലെ വിത്തേ, 3 മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഐ വെൻറ്റ് ടു ടേക്ക് യു ടു ദ പാലസ്. എനിക്ക് നിന്നെ എന്ത് ചെയ്യണം? പാലസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്ലീസ് സ്പ്രൗട്ട് ഔട്ട് ബൈ ടുമാറോ. നാളേക്ക് നീ ഒന്ന് എന്ത് ചെയ്യണം? സ്പ്രൗട്ട് ചെയ്യണം, മുളയ്ക്കണം. അപ്പോൾ നാളെയാണ് കൊണ്ടുപോകേണ്ടത്. ബട്ട് നത്തിങ് ഹാപ്പൻ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഹീ സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. അടുത്ത ദിവസം അവൻ എന്ത് കണ്ടു? ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസിലേക്ക് കുട്ടികളൊക്കെ എന്താണ് ഈ ഒരു വിത്ത് മുളപ്പിച്ചതും കൊണ്ട് പോവാണ്. ഡ്രസ്ഡ് ഇൻ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അവരെന്താണ്? നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, വെൽ ഡ്രസ്ഡ് ആണ്. ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. അവരുടെയൊക്കെ കയ്യിൽ എന്താണ്? നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് അവരുടെ കയ്യിൽ ഉണ്ട്.
പിൻഗല സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി. പിൻഗല അവരൊക്കെ എന്താണ് ഒരു വിഷമത്തോടു കൂടി നോക്കി. കാരണം ഇവൻ്റെ കയ്യിൽ എന്തില്ല, മുളച്ചിട്ട് പോലും ഇല്ല അവൻ്റെ സീഡ് അല്ലേ. അപ്പം അവൻ എന്താണ്, സാഡാണ് അല്ലേ, സങ്കടത്തിലാണ്. വിൽ പിൻഗല ഗോ ടു ദ പാലസ്. പിൻഗല എന്ത് ചെയ്യും, പാലസിലേക്ക് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്. അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവൻ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസ് ഉണ്ട്, അവന് മാത്രം ഇല്ല. ഒരുപക്ഷെ അവൻ ഈ ഒരു പോട്ടും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നാണം കെടേണ്ട അവസ്ഥ ഉണ്ടാവുമോ, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ വിത്ത് മുളക്കാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവുമോ, അവന് മാത്രമായിരിക്കുമോ, അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ്റെ പേര് ടു ദ പാലസ്. അപ്പോൾ പാലസിലേക്ക്, അപ്പോൾ എല്ലാവരും പാലസിലേക്ക് പോവുകയാണ്, പിൻഗലയും പോവുകയാണ്. നമുക്ക് നോക്കാം. പിൻഗലാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ്സ് പ്രൗഡ്. അപ്പോൾ പിൻഗലയുടെ ഫാദർ എന്താണ്, ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വർക്കിംഗ് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടി, ടു മേക്ക് ദ സീഡ്സ് പ്രൗഡ്, ആ ഒരു വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹി ഫെൽ സോറി ഫോർ പിൻഗല. അപ്പം പിൻഗലേൻ്റെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് എന്ത് തോന്നി, വിഷമം തോന്നി. സോറി മീൻസ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംപ്റ്റി പോട്ട്, ഹി ആസ്ഡ്. അപ്പം അച്ഛൻ പിൻഗലേനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഒരു എംപ്റ്റി പോട്ടും കൊണ്ട്, അതായത് കാലിയായ പോട്ടും കൊണ്ട് കിങ്ങിൻ്റെ അടുത്തേക്ക് പോകാത്തത്, രാജാവിൻ്റെ അടുത്തേക്ക് പോകാത്തത്. അറ്റ്ലീസ്റ്റ് ഹി വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് രാജാവിന്, ഹി എന്നിവിടെ ഉദ്ദേശിക്കുന്ന രാജാവിനെയാണ് കേട്ടോ, രാജാവിന് മനസ്സിലാകും, യു ട്രൈഡ് യുവർ ബെസ്റ്റ്, നീ നിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെങ്കിലും രാജാവിന് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുകയാണ്. സോ പിൻഗല ടു പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അപ്പം പിൻഗല എന്ത് ചെയ്തു, അവൻ്റെ നല്ല ക്ലോത്ത്സ് എടുത്തിട്ടു, എന്നിട്ട് എന്ത് ചെയ്തു, പാലസിലേക്ക് പോവാണ്. ഹി ജോയിൻഡ് ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്. അവൻ പുറത്ത് എന്താണ്, പാലസിൻ്റെ പുറത്ത് നിൽക്കുന്ന മറ്റ് കുട്ടികളോടൊപ്പം എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു, അവിടെ നിന്നു. ഹോൾഡിങ് ദ എംപ്റ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എംപ്റ്റി പോട്ട്, ഒന്നുമില്ലാത്ത വിത്തൊന്നും മുളയ്ക്കാത്ത ആ ഒരു പോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം ബട്ട് പിൻഗല ഇഗ്നോർഡ് ദം. പക്ഷെ മറ്റു കുട്ടികൾ എന്ത് ചെയ്തു, അവനെ നോക്കി ചിരിക്കുക, അവനെ കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു, പിൻഗല ഇഗ്നോർഡ് ദം, അവരെ എന്താക്കി, അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അതായത് അവരെയൊക്കെ അവൻ അവഗണിച്ചു. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അവഗണിക്കുക. അവരുടെ കളിയാക്കലും കാര്യങ്ങളൊന്നും അവൻ എന്ത് ചെയ്തില്ല, കാര്യമായിട്ട് എടുത്തില്ല. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് പിൻഗലാസ് ഫാദർ സജസ്റ്റ് ടു ഹിം. എന്താണ് പിൻഗലയുടെ ഫാദർ അവനെ സജസ്റ്റ് ചെയ്തത്, എന്താണ്, ആ ഒരു എംപ്റ്റി പോട്ടും കൊണ്ട് പോയാൽ രാജാവിന് നീ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാവുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലാഫ് അറ്റ് ഹിം. എന്തുകൊണ്ടാണ് മറ്റു കുട്ടികൾ ഇവനെ നോക്കി ചിരിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ്, അവൻ്റെ പോട്ട് എംപ്റ്റി ആണ്, അതിലൊന്നുമില്ല അല്ലേ. വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ്. അവൻ നിരാശയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ലവ്ലി ഫ്ലവേഴ്സ്, അതാണ് ഈ ഒരു സെക്ഷൻ്റെ ടൈറ്റിൽ. എന്ന് വെച്ചാൽ എന്താണ്, മനോഹരമായ പൂക്കൾ. ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം, എന്താണ്, രാജാവ് വന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു കുട്ടികളുടെ കയ്യിലുള്ള പ്ലാന്റ്സിലേക്ക് നോക്കുകയാണ്. ചിൽഡ്രൻ ഗാദേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. അപ്പോൾ കുട്ടികൾ എന്താണ്, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, പാലസിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഗ്യാദർ ചെയ്ത് കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ്, വിത്ത് ഫ്ലവറി പോട്ട്സ്. അവരുടെ കയ്യിൽ എന്താണ്, നിറയെ ഫ്ലവേഴ്സ് ഉള്ള പോട്ട്സ്. പ്ലാന്റ് മാത്രമാണോ, അല്ല, ഫ്ലവേഴ്സും ഉള്ള പോട്ട്സ് ആണ് ഉള്ളത്. റെഡ്, ബ്ലൂ, യെല്ലോ, അങ്ങനെ ചുമപ്പ്, അതുപോലെ നീല, മഞ്ഞ ഒക്കെ കളറുകളുണ്ട്. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ബൊക്കെ. അപ്പോൾ ഈ ഒരു മുറ്റം എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ബൊക്കെ പോലെ ആയിട്ടുണ്ട്. ബൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കളൊക്കെ വെച്ച് ചെയ്യുന്ന, നമ്മളുടെ കല്യാണച്ചെക്കനും കല്യാണപ്പെണ്ണും ഒക്കെ കയ്യിൽ വെക്കില്ലേ, അതാണ് ബൊക്കെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്പെല്ലിങ് ബൊക്കേറ്റ് എന്ന് വായിക്കരുത്, ബൊക്കെ എന്നാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ആയിട്ടുണ്ട് എന്ത്, ആ ഒരു പാലസിൻ്റെ കോർട്ട്യാർഡ് എന്നാണ് പറയുന്നത്, ആ കുട്ടികളുടെ കയ്യിലുള്ള ഫ്ലവറി പോട്ട് കൊണ്ട്. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. കിങ് എന്ത് ചെയ്യാണ്, ഈ കുട്ടികളെ നോക്കി. ദെയർ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. അവരുടെ മുഖമൊക്കെ പ്രതീക്ഷ കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കേട്ടോ. ദ കിങ് സൈഡ്. അപ്പോൾ കിങ് എന്ത് ചെയ്തു, നെടുവീർപ്പിടില്ലേ, അതാണ് സൈ മീൻസ് നെടുവീർപ്പിടുക, എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. അപ്പോൾ കിങ് എന്താണ്,
തീരെ ഹാപ്പി ആയിരുന്നില്ല, അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാം. വൈ വാസ് ദ കിങ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് ഈ ഒരു കിങ് അൺഹാപ്പി ആയത്, ഹാപ്പി അല്ലാതായിപ്പോയത്? നോക്കാം നമുക്ക്. വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ? അദ്ദേഹം ആ ഒരു കുട്ടികളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. നോക്കാം. എംപ്റ്റി പോട്ട്, അതായത് കാലിയായ ചെടിച്ചട്ടി, പോട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റുഡ് പിംഗല. അപ്പോൾ ആ ഒരു ക്യൂവിൻ്റെ ലാസ്റ്റിലാണ്, എൻഡിലാണ് ആര് നിന്നത്? പിംഗല നിന്നു. വെൻ ദ കിങ് റീച്ച്ഡ് ഹിം ഹി സ്റ്റോപ്ഡ്. അപ്പോൾ കിങ് എന്താണ് അവൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം നിന്നു. വൈ ഡിഡ് യു കം വിത്ത് ആൻ എംപ്റ്റി പോട്ട്? നീ എന്താണ് ഒരു എംപ്റ്റി ആയിട്ടുള്ള കാലിയായിട്ടുള്ള പോട്ടും കൊണ്ട് വന്നത്, മൈ ചൈൽഡ്, എൻ്റെ കുട്ടി എന്ന് ചോദിക്കുകയാണ്. ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്? നിൻ്റെ സീഡ് എന്താണ്, നിൻ്റെ വിത്ത് ഒരു ചെടിയായിട്ട് മാറിയില്ലേ എന്ന് രാജാവ് ചോദിക്കുകയാണ്. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗല? അപ്പോൾ കിങ് ഈ ഒരു പിംഗലനോട് ദേഷ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. എ സ്മൈൽ, അതാണ് ഈ സെക്ഷൻ്റെ പേര്. എന്ന് വെച്ചാൽ എന്താണ്? പുഞ്ചിരി. പിംഗല ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെറ്റ്. പിംഗല എന്ത് ചെയ്യാണ്, നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അവൻ്റെ തല ഇങ്ങനെ താഴ്ത്തി വെച്ചു, എന്നിട്ട് ആൻഡ് സെറ്റ്, എന്നിട്ട് പറയാണ് എന്താണ്? ഫോർഗിവ് മീ യുവർ ഹൈനസ്. അപ്പോൾ ഫോർഗീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമിക്കണം. ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം, യുവർ ഹൈനസ്, അതായത് അങ്ങ് അല്ലെങ്കിൽ തിരുമനസ്സേ എന്ന് പറയില്ലേ നമ്മൾ രാജാവിനോട്, നമ്മൾ അഭിസംബോധന ചെയ്യുക അങ്ങനെയാണ് അല്ലേ, അങ്ങൊന്ന് അല്ലെങ്കിൽ എന്താണ് തിരുമനസ്. അപ്പം തിരുമനസ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു ഈ ഒരു സീഡ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനോർ ടു ഇറ്റ്. ഞാൻ എന്താണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മണ്ണും വളവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷെ എന്താണ്, ഈ ഒരു വിത്ത് മുളച്ചില്ല. എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ്സ് ഫേസ്. രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. അപ്പം അദ്ദേഹം എന്താണ്, ഈ കുട്ടീനോട് ആങ്കർ ആണോ കാണിച്ചത്, ദേഷ്യമാണോ കാണിച്ചത്? അല്ല. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അല്ല, ആങ്കർ അല്ല, പകരം എന്താണ്, അദ്ദേഹത്തിന് സന്തോഷമാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്ത് സ്മൈൽ വന്നതല്ലേ മുഖത്ത്. ഓക്കെ. വൈ ഡിഡ് ദ കിങ് സ്മൈൽ? എന്തുകൊണ്ടാണ് രാജാവ് ചിരിച്ചത്? അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ, ദ പ്രിൻസ്. പ്രിൻസ് എന്ന് പറഞ്ഞാൽ രാജകുമാരൻ. അപ്പോൾ ഇവിടെ അടുത്ത പിൻഗാമിനെ കണ്ടുപിടിക്കുന്നുണ്ടാവും അല്ലേ, നമുക്ക് നോക്കാം. ഹി ഹഗ്ഡ് പിംഗല ആൻഡ് അനൗൺസ്ഡ്. അപ്പം രാജാവ് എന്ത് ചെയ്തു? പിംഗലേനെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് അനൗൺസ് ചെയ്യാണ്, എന്താണ്, എല്ലാവരെയും അറിയിക്കുകയാണ്, വിളംബരം ചെയ്യാണ്. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ഇതാണ് അടുത്ത രാജാവ് എന്നുള്ളത്. ഐ ഹാഡ് ഗിവൻ എവ്രി വൺ റോസ്റ്റഡ് സീഡ്സ്. ഞാൻ എല്ലാവർക്കും തന്നത് എന്താണ്? റോസ്റ്റഡ് സീഡ്സ് ആണ്, വറുത്ത സീഡ്സ് ആണ്. വറുത്ത സീഡ്സ് മുളയ്ക്കോ? ഇല്ല അല്ലേ. വിച്ച് വുഡ് നെവർ ഗ്രോ. അതൊരിക്കലും എന്ത് ചെയ്യില്ല, മുളയ്ക്കില്ല. ഓൺലി ദിസ് ബോയ് ഈസ് ഓണസ്റ്റ്. ആകെ ഈ ഒരു ബോയ് മാത്രമാണ്, ഈ ഒരു കുട്ടി മാത്രമാണ് എന്ത്, സത്യസന്ധനായിട്ടുള്ളത്. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ. ഐ എം ഷുവർ വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി. എനിക്ക് ഉറപ്പാണ്, വൺ ഡേ, ഒരു ദിവസം, ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി, ഇവൻ എന്താണ്, നീതിപൂർവം ഈ ഒരു രാജ്യം ഭരിക്കും എന്ന് രാജാവ് പറയാണ്. ദ കിങ് ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ യെറ്റ് ദേ കെയിം അപ്പ് വിത്ത് ഫ്ലവറി പ്ലാന്റ്സ്. ഹൗ ഡിഡ് ദേ ഗ്രോ ദ പ്ലാന്റ്സ്? അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്, കിങ് കൊടുത്തിട്ടുള്ളത് എന്താണ്, റോസ്റ്റഡ് സീഡ്സ് ആണ് എല്ലാവർക്കും കൊടുത്തത്. പക്ഷെ അവർ തിരിച്ചു വന്നത് എന്താണ്, ഫ്ലവറി പ്ലാന്റ്സും കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ഈ ഒരു പ്ലാന്റ്സ് ഗ്രോ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഒരിക്കലും ആ ഒരു വിത്ത് അവർ മുളപ്പിച്ച് വലുതാക്കി എടുത്തിട്ടുണ്ടാവില്ല. കാര്യം റോസ്റ്റഡ് ആയിട്ടുള്ള സീഡ് എന്ത് സംഭവിക്കില്ല, മുളച്ച് വരില്ല അല്ലേ. അപ്പോൾ അവർ എന്താണ്, അവിടെ കള്ളത്തരം കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിക്ക് അല്ലെ ഈ ഒരു യൂണിറ്റിന് സീഡ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ വിത്ത് എന്ന് പേര് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ഇവിടെ സത്യം ആരുടെ ഭാഗത്ത് മാത്രമാണുള്ളത്, നമ്മളുടെ പിൻഗലേൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അവൻ മാത്രമാണ് സത്യസന്ധമായിട്ട് നിന്നതും അവൻ്റെ വിത്ത് മുളയ്ക്കുകയും ചെയ്തില്ല. അത് അവനിവിടെ വന്ന് സത്യസന്ധമായിട്ട് പറയും. അപ്പം സത്യം ജയിക്കുമെന്ന് നമ്മൾ പറയാറില്ലേ, ഇവിടെയും സത്യം തന്നെയാണ് ജയിച്ചത്, സത്യത്തിൻ്റെ വിത്ത് തന്നെയാണ് ജയിച്ചത്. അപ്പോൾ പിംഗല എന്തായി, രാജാവായി മാറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.